ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടത്തിയ റെയ്ഡിൽ ചൂതാട്ട കേന്ദ്രം കണ്ടെത്തി. ചെലവന്നൂരിലെ ഫ്ളാറ്റിലാണ് ചൂതാട്ട കേന്ദ്രം പ്രവർത്തിച്ചത്. ഫ്ളാറ്റിൽ താമസക്കാരെന്ന പോലീസ് കസ്റ്റഡിയിലെടുത്തു. മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സൈജു തങ്കച്ചിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കൊച്ചിയിൽ വ്യാപക റെയ്ഡ് നടക്കുകയാണ്. 10-15 സ്ഥലത്തോളം റെയ്ഡ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് റെയ്ഡ് നടത്തിയാണ്. റെയ്ഡ് നടത്തിയപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടില്ല. അപ്പുറത്തെ റൂമിൽ ഞങ്ങൾക്ക് കുറച്ച് ഇതൊക്കെ കിട്ടി. ഗെയിമിംഗ് ആക്ട് പ്രകാരമുള്ള കേസ് എടുക്കുകയാണ്. അതിന് ഇവിടെ ചീട്ട് വെച്ച് കളിയും മറ്റ് ഇതൊക്കെ ഉണ്ട്. കോയിൻ വെച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സീസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കോടതിക്ക് നാളെ കൊടുക്കും. 1 ലോറി സാധനങ്ങളാണ്. ബില്ലിയാർഡ് ടേബിളിൽ വെച്ചിട്ടാണ് ചീട്ടുകളിയൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടിപ്സ് എന്ന് പറഞ്ഞ ആളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് ബാക്കി നടപടി എടുക്കും. ശരി. സനോജ് സുരേന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സനോജ്, വ്യാപകമായി റെയ്ഡ് കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെ വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്? കൊച്ചി മയക്കുമരുന്നിന്റെയും ചൂതാട്ടത്തിന്റെയും വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നുവെന്ന സൂചനയാണോ ഇത്? തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഷൈജു തങ്കച്ചനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മൊഴിപ്രകാരം ഈ ചൂതാട്ട കേന്ദ്രങ്ങളും ഈ ലഹരി പാർട്ടികളും ചൂതുകളിയുമൊക്കെ എവിടെയാണ് നടന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർണായകമായ വിവരങ്ങളാണ് ഷൈജുവിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇതിന് പിന്നാലെയാണ് ഷൈജു പറഞ്ഞത് പ്രകാരമുള്ള കൊച്ചി നഗരമധ്യത്തിലെ വൻകിട ഫ്ളാറ്റുകളിലും ഒപ്പം തന്നെ വില്ലകളിലും ഒരേ സമയം പോലീസ് പരിശോധന നടത്തിയത്. 15ഓളം ഇടങ്ങളിലായിട്ടാണ് പോലീസ് പരിശോധന നടത്തിയിട്ടുള്ളത്. ഈ പരിശോധനയിലാണ് നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂതാട്ട കേന്ദ്രം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പണത്തിന് പകരം ഡെമ്മി ഉപയോഗിച്ചുള്ള കോയിനുകളാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ലക്ഷങ്ങളുടെ ചൂതാട്ടമാണ് ഇവിടെ നടന്നിരുന്നത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടിപ്സൺ എന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള ഒരു നിർണായകമായ വിവരമാണ് അന്വേഷണ സംഘം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ മോഡലുകളുടെ മരണത്തിന് പിന്നാലെ ഷൈജുവിൽ നിന്നും നിരവധി വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു. പോലീസ് നടത്തുന്ന പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു. അതായത് ഈ ഫ്ളാറ്റുകൾ വാങ്ങി വിദേശത്ത് പോയിട്ടുള്ള ആളുകളുടെ ഒഴിഞ്ഞ വീടുകളിലും വില്ലകളിലും ഒക്കെ കടന്നുകൂടി ചൂതാട്ടങ്ങൾ നടക്കുകയും ലഹരി പാർട്ടികൾ നടക്കുന്നതായിട്ടും പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. രഞ്ജിത്ത്, ഈ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധന വ്യാപിക്കുന്നു. ഇപ്പോഴും റെയ്ഡ് തുടരുകയാണോ? കൂടുതൽ അറസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസ് കൈമാറുന്നത് ഇത്തരം പാർട്ടികളുമായി ബന്ധപ്പെട്ടതാണ്. സനോജ്, ഞെട്ടിക്കുന്ന വിവരങ്ങൾ പല പരിശോധനകളിലും അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അവർ കൈമാറുന്നത്. എന്നാൽ അത് എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണമായ വിവരങ്ങൾ അവർ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. കാരണം അത് തങ്ങളുടെ അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ള ഒരു നിർണായകമായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇപ്പോൾ നടന്നിട്ടുള്ളത് ഒരു 15ഓളം ഫ്ളാറ്റുകളിലും ഒഴിഞ്ഞ വില്ലകളിലുമാണ്. പല ആളുകളും കോവിഡിന് മുമ്പേ വില്ലകൾ വിലയ്ക്ക് വാങ്ങിയതിനു ശേഷം വിദേശത്തേക്ക് പോയിട്ട് നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ വിദേശത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒഴിഞ്ഞ ഫ്ളാറ്റുകളിലൊക്കെ തന്നെ ഇവർ ലഹരി പാർട്ടികളും ചൂതാട്ടങ്ങളും നടത്തിയിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. 15ഓളം ഇടങ്ങളിൽ ഇതുവരെ പരിശോധന നടത്തി. ഇപ്പോൾ മരട് കേന്ദ്രീകരിച്ച് മറ്റൊരു ഫ്ളാറ്റിലും ഇവർ പരിശോധന നടത്താൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് നൽകാൻ കഴിയും. എന്തായാലും രഞ്ജിത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചി വലിയ ലഹരി പാർട്ടികളുടെയും ഒപ്പം തന്നെ ചൂതാട്ടങ്ങളുടെയും കേന്ദ്രമായി മാറുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. കൂടുതൽ റെയ്ഡുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ആ റെയ്ഡുകൾ പൂർണ്ണ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം. രഞ്ജിത്ത്, തിരുവനന്തപുരത്തും ലഹരി പാർട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വിഴിഞ്ഞത്തെ കാരക്കാട് റിസോർട്ടിൽ ഇന്നലെ രാത്രി തുടങ്ങിയ പാർട്ടി ഇന്ന് ഉച്ചവരെ തുടർന്നു. റിസോർട്ടിൽ നിന്നും ലഹരി സാധനങ്ങൾ പിടിച്ചെടുത്തു. 2 പേരെ കസ്റ്റഡിയിലെടുത്തു. VS അനു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനു, കൊച്ചിയിൽ ഇന്ന് വ്യാപകമായ റെയ്ഡ് പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്തും ഇത്തരത്തിൽ ലഹരി പാർട്ടികൾ നടക്കുന്നു. ഈ പറഞ്ഞ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് എന്ന് വേണമോ മനസ്സിലാക്കാൻ പോലീസിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ എന്തൊക്കെയാണ്?
രഞ്ജിത്ത്, തിരുവനന്തപുരത്തിന്റെ വിവിധ റിസോർട്ടുകളിലും സമാനമായ രീതിയിൽ ലഹരി പാർട്ടികൾ നടക്കാറുണ്ട് എന്നുള്ള വിവരം എക്സൈസ് സംഘത്തിൽ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പൂവാറിൽ ഒരു റിസോർട്ടിൽ പരിശോധന, കരിക്കാത്ത് എന്ന് പറയുന്ന റിസോർട്ടിൽ എക്സൈസ് സംഘം പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയിൽ ലഹരി വസ്തുക്കൾ ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ആശിഷ് ഓയിൽ അടക്കമുള്ള മാരക ലഹരി വസ്തുക്കൾ ഇവയിൽ പെടുകയും ചെയ്യും. ഏതായാലും ഈ കഴിഞ്ഞ ദിവസവും അതായത് ഇന്നലെയും സമാനമായ രീതിയിൽ ഇവിടെ ലഹരി പാർട്ടി നടന്നു എന്നുള്ള കാര്യം എക്സൈസ് സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്നും ഇത്തരത്തിലുള്ള പാർട്ടി നടത്താനുള്ള തീരുമാനമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരം പരിപാടികൾ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരത്തെ ഈ പ്രത്യേകിച്ച് ഈ കോസ്റ്റൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ കായൽ അതിന്റെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ലഹരി പാർട്ടികൾ സ്ഥിരമായി നടക്കാറുണ്ട് എന്നുള്ള വിവരവും എക്സൈസ് സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മറ്റെവിടെയെങ്കിലും സമാനമായ പാർട്ടികൾ നടക്കാറുണ്ടോ അല്ലെങ്കിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് എക്സൈസ് സംഘം ചെയ്യുന്നത്. ഇപ്പോൾ ഈ റിസോർട്ടിലെ എല്ലാ റൂമുകളും പരിശോധിക്കുകയാണ് എക്സൈസ് സംഘം. ശരി. തിരുവല്ലയിൽ CPM നേതാവ് സന്ദീപിനെ RSS ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇക്കാര്യം അന്വേഷണത്തിൽ കണ്ടെത്തണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. CPMലെ ഒരു വിഭാഗമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചു. പെരിയയിൽ തോറ്റതിന് തിരുവല്ലയിൽ കണക്ക് തീർക്കരുതെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരനും പ്രതികരിച്ചു. തിരുവല്ല പെരിങ്ങറയിൽ CPM ലോക്കൽ സെക്രട്ടറി PB സന്ദീപ് കുമാറിന്റെ കൊലപാതകത്തിൽ RSSനെതിരെ ആരോപണം ശക്തമാക്കുകയാണ് CPM. വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളെ ഏകോപിപ്പിച്ച് ആസൂത്രിതമായി നടത്തിയ കൊലപാതകമെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. കൊലപാതകത്തിൽ CPMന് പങ്കെന്ന ആരോപണത്തിന് കോടിയേരിയുടെ മറുപടി ഇങ്ങനെ: BJP നേതൃത്വം ആലോചിച്ച് ഒരു BJPക്കാരനായ ഒരാളുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ നിയോഗിക്കുകയാണ് ചെയ്തത് എന്നത് ഇപ്പോൾ ഇതിൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കണ്ടെത്തണം. CPM പാർട്ടി സമ്മേളനങ്ങളിലെ ഭിന്നത കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് പുറത്തുവരണമെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത്. പ്രധാന പ്രതി കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ഫൈസലാണെന്നും ഇയാൾ CPM പ്രവർത്തകനാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് കത്ത് നൽകിയതായും സുരേന്ദ്രൻ. സംസ്ഥാന പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഹോം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പിണറായി വിജയൻ 24 മണിക്കൂറിന് ശേഷം നടത്തിയ പ്രതികരണത്തിൽ, പൊടുന്നതിന് നടത്തിയ പ്രതികരണമല്ല, കൊലപാതകം നടന്ന് 24 മണിക്കൂറിന് ശേഷം നടത്തിയ പ്രതികരണത്തിലും കൊലപാതകം RSS നടത്തിയതാണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വിജയരാഘവൻ 1 മണിക്കൂറിനുള്ളിൽ കൊലപാതകം RSS ആണെന്ന് പറഞ്ഞു. സന്ദീപിന്റേത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ പറഞ്ഞു. പ്രതികളിൽ ഒരാളെ യുവമോർച്ച പുറത്താക്കിയതാണെന്നും മുരളീധരൻ. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള പോലീസിന്റെ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവല്ലയിൽ കൊല്ലപ്പെട്ട CPM നേതാവ് സന്ദീപ് കുമാറിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സന്ദീപിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം പാർട്ടി ഏറ്റെടുക്കുമെന്ന് കോടിയേരി പറഞ്ഞു. കുടുംബസമേതമായിരുന്നു കോടിയേരിയുടെ സന്ദർശനം. കരച്ചിൽ നിലയ്ക്കാത്ത പെരിങ്ങര ചാത്തങ്കേരി പുത്തൻപറമ്പിലെ വീട്ടിൽ രാവിലെ 11:30യോടെയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ സന്ദർശനം. ഭാര്യ വിനോദിനിയും ഒപ്പം. കോടിയേരിക്ക് മുന്നിൽ സന്ദീപിന്റെ കുടുംബം പൊട്ടിക്കരഞ്ഞു. സന്ദീപിന്റെ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കോടിയേരി കൈകളിലെടുത്തു. സന്ദീപിന്റെ കുടുംബം അനാഥമാകില്ലെന്ന് സന്ദർശനത്തിനു ശേഷം കോടിയേരിയുടെ വൈകാരിക പ്രതികരണം. ഭാര്യയ്ക്ക് ജോലി ഉറപ്പാക്കുമെന്നും മക്കളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും പാർട്ടി വഹിക്കുമെന്നും ഉറപ്പ്. നിരാലംബരായി കുടുംബത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും CPIM ഏറ്റെടുക്കും. സന്ദീപിൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി, സ്ഥിരം വരുമാനമുള്ളൊരു ജോലി, സുരക്ഷിതമായൊരു ജോലി ഏർപ്പാട് ചെയ്തു കൊടുക്കാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മുൻകൈയെടുക്കും. മന്ത്രി സജി ചെറിയാനും CPM നേതാക്കളും കോടിയേരിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ആശങ്ക വർദ്ധിപ്പിച്ച് ഡൽഹിയിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ടാൻസാനിയയിൽ നിന്നെത്തിയ ആൾക്കാണ് ഒമിക്രോൺ ബാധ. ഡൽഹിയിൽ നിന്ന് അയച്ച 60 സാമ്പിളുകളുടെ കൂടെ പരിശോധനാ ഫലം വരാനുണ്ട്. രാജ്യത്തെ 5ാമത്തെ ഒമിക്രോൺ കേസാണ് ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്തത്.
ടാൻസാനിയയിൽ നിന്ന് എത്തിയ വ്യക്തിക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച വ്യക്തി LNJP ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിലുള്ളവരിൽ 17 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരുടെ സാമ്പിളും ജനിതക ശ്രേണീകരണത്തിന് അയച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഡൽഹിയിൽ നിന്ന് അയച്ച 60 സാമ്പിളുകളുടെ പരിശോധനാ ഫലവും വരാനിരിക്കുകയാണ്. ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ നിയന്ത്രിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവർത്തിച്ചു. ഒമിക്രോൺ ബാധിതരിൽ നേരിയ രോഗലക്ഷണം മാത്രമാണ് ഉള്ളത് എന്നും നിലവിലെ കോവിഡ് വാക്സിൻ ഒമിക്രോണിനും പര്യാപ്തമാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് 18 ഡൽഹി. നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ റഷ്യൻ പൗരന് കോവിഡ്. ബ്രിട്ടനിൽ നിന്നെത്തിയ യാത്രക്കാരനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒമിക്രോൺ വകഭേദമാണോ എന്നറിയാൻ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. ഇയാളെ അമ്പലമുകളിലുള്ള കേന്ദ്രത്തിലേക്ക് മാറ്റി. സാമ്പിൾ പരിശോധനാ ഫലം വരുന്നതിന് 2 ദിവസം എടുക്കുമെന്ന് DMO അറിയിച്ചു. ഇതുവരെ നിരീക്ഷണത്തിൽ തുടരും. ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട രാജ്യമാണ് റഷ്യ. ഒമിക്രോൺ ഭീതിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ കർശന പരിശോധനയാണ് നടത്തുന്നത്. SNDP യോഗത്തിന്റെ സാരഥിയായി വെള്ളാപ്പള്ളി നടേശൻ ചുമതലയേറ്റിട്ട് 25 വർഷം. ഇതിന്റെ ആഘോഷങ്ങൾ അല്പസമയത്തിനകം ചേർത്തലയിൽ തുടങ്ങും. 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ രജത ജൂബിലി ആഘോഷങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ചേർത്തല SNDP SN കോളേജാണ് വേദി. ശരണ്യ സ്നേഹൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശരണ്യ, പ്രൗഢഗംഭീരമായ ചടങ്ങാണ്. നിരവധിയായ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക പ്രമുഖരും പങ്കെടുക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, അല്പസമയത്തിനകം അതായത് 4 മണിയോടുകൂടിയാണ് SNDP യോഗത്തിന്റെ സാരഥിയായി വെള്ളാപ്പള്ളി നടേശൻ ചുമതലയേറ്റിട്ട് 25 വർഷം, അതായത് സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് ചേർത്തലയിൽ തുടക്കമാകുന്നത്. 4 മണിയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. ഇതിൽ തന്നെ ചേർത്തല SN കോളേജാണ് പ്രധാന വേദി. ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്കറിയാം, 1996 ശേഷം SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും തലപ്പത്തായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എത്തുന്നത്. അതിനുശേഷം 25 വർഷക്കാലമായി അദ്ദേഹം തന്നെയാണ് അതിന്റെ ജനറൽ സെക്രട്ടറിയായി തുടരുകയും ചെയ്യുന്നത്. എന്തായാലും വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ വിവിധ ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ V മുരളീധരൻ, ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല, സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകളെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇത്തരത്തിലൊരു ചടങ്ങ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, SNDPയുടെ ഇത്തരത്തിലുള്ള പരിപാടികളെ സംബന്ധിച്ച് വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത്തവണ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് SN കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മറ്റു ഇടങ്ങളിൽ, അതായത് മറ്റ് ശാഖാ യോഗങ്ങളിലും ഒപ്പം തന്നെ യൂണിയനുകളിലും ഒക്കെ അത് ലൈവ് ടെലികാസ്റ്റ് ആയി അത്തരത്തിൽ ആളുകളുമായി ഓൺലൈനിൽ സംബന്ധിക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും 4 മണിയോടുകൂടി സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ശരി. നാഗാലാൻഡിൽ സുരക്ഷാ സേനയുടെ വെടിവെപ്പിൽ 13 പേർ കൊല്ലപ്പെട്ടു. 12 ഗ്രാമീണരും ഒരു സൈനികനും മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രാമവാസികളെ കലാപകാരികളെന്ന് തെറ്റിദ്ധരിച്ച് വെടിയുതിർത്തതെന്നാണ് സൂചന. നിർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി നഫ്യൂറിയോ പ്രതികരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദുഃഖം രേഖപ്പെടുത്തി. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ഒഡീഷയിലും ആന്ധ്രയിലും ആശങ്ക സൃഷ്ടിച്ച ജവാദ് ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞു. ജവാദ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഒഡീഷ തീരത്തും ആന്ധ്രയിലും ഉച്ചയോടെ മഴ കൂടുതൽ ശക്തമായി. പശ്ചിമബംഗാളിന്റെ തീരങ്ങളിലും മഴ അതിശക്തമാണ്. തീരങ്ങളിൽ നിന്നും 5000-ലധികം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ആന്ധ്രയിലെ ശ്രീകാകുളത്ത് മരം വീട് ഒരാൾ മരിച്ചു. നാളെ വൈകുന്നേരം വരെ അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഒഡീഷ, ആന്ധ്ര, ബംഗാൾ വഴിയുള്ള ട്രെയിനുകൾ റദ്ദാക്കുകയും 30ഓളം ട്രെയിനുകൾ വഴിതിരിച്ചു വിടുകയും ചെയ്തു. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ്. എന്നാൽ രാഷ്ട്രീയത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനാവില്ലെന്നും ഗുലാം നബി പറഞ്ഞു. നവംബറിൽ ഗുലാം നബി അടുപ്പമുള്ള 20 നേതാക്കൾ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചിരുന്നു. ജമ്മു കാശ്മീർ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് GA മിറിനെ മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. കോൺഗ്രസിലെ വിമത ഗ്രൂപ്പിന്റെ ഭാഗമായ ഗുലാം നബി ആസാദ് ജമ്മു കാശ്മീരിൽ നിരന്തരം പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാനാവില്ലെന്ന് ഗുലാം നബി ആസാദ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വഖഫ് വിവാദത്തിൽ സമസ്തയ്ക്ക് മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ് നേതാവ് ഭരണഘടനാ രൂപീകരണ ചർച്ചയിൽ ലീഗ് സ്ഥാപക നേതാവായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചതുകൊണ്ടാണ് ദീനി പ്രബോധനത്തിന് സാധിച്ചതെന്നാണ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയത്തിന്റെ യൂട്യൂബ് പ്രസംഗം.
ലീഗാണോ സമസ്തയാണോ മുജാഹിദാണോ വലുതെന്ന ചോദിക്കുന്നവർ ഇക്കാര്യം ഓർക്കണമെന്ന് ഷാഫി ചാലിയം പറയുന്നു. വഖഫ് വിഷയത്തിൽ പള്ളിയിൽ പ്രതിഷേധിക്കാനുള്ള ലീഗ് തീരുമാനത്തിന് സംസ്ഥാനാധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അനുമതി നിഷേധിച്ചതോടെ തുടങ്ങിയ തർക്കം തുറന്ന വാക്പോരിലേക്ക് നീങ്ങുകയാണ്. ലീഗ് തീരുമാനങ്ങൾ സമസ്തയിലൂടെ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കിയതോടെയാണ് ഇരുപക്ഷവും പരസ്യ വിമർശനങ്ങളിലേക്ക് കടന്നത്. ലീഗാണോ സമസ്തയാണോ വലുതെന്ന തർക്ം സമൂഹമാധ്യമങ്ങളിലും നടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ലീഗുണ്ടെങ്കിലേ സമസ്തയുണ്ടാകുമെന്ന മുസ്ലിം ലീഗ് സെക്രട്ടറി ഷാഫി ചാലിയത്തിന്റെ യൂട്യൂബ് പ്രസംഗം. മുസ്ലിം ലീഗ് പോരാടി നേടി ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് എത്തിച്ച പരിരക്ഷയുടെ സംരക്ഷണത്തിന് പുറത്താണ് നിങ്ങൾ ദീനുണ്ടാക്കിയത്, നിങ്ങൾ സുന്നി ഉണ്ടാക്കിയത്, നിങ്ങൾ മുജാഹിദ് ഉണ്ടാക്കിയത്, നിങ്ങൾ മദ്രസ ഉണ്ടാക്കിയത്, നിങ്ങൾ അറബി കോളേജ് ഉണ്ടാക്കിയത്, നിങ്ങൾ മഹാസമ്മേളനങ്ങൾ നടത്തുന്നത്. 5 വർഷം മുൻപുള്ള പ്രസംഗം പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും അപ്ലോഡ് ചെയ്യുകയായിരുന്നെന്ന് ഷാഫി ചാലിയം പറഞ്ഞു. അതേസമയം വഖഫ് പ്രക്ഷോഭത്തിൽ ഒപ്പം നിൽക്കാത്ത സമസ്തയ്ക്ക് സംഘടനാ ശേഷി കൊണ്ട് മറുപടി പറയാനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. വഖഫ് നിയമനങ്ങൾ PSCക്ക് വിട്ടതിനെതിരെ ചൊവ്വാഴ്ച കോഴിക്കോട് സംഘടിപ്പിക്കുന്ന റാലിയിൽ പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ ജില്ലാ കമ്മിറ്റികൾക്കും പോഷക സംഘടനകൾക്കും നിർദ്ദേശമുണ്ട്. എന്നാൽ സർക്കാരുമായി ചർച്ചയുടെ പാതയിലാണ് സമസ്ത. മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചകൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് നേതൃത്വം വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. വഖഫ് വിവാദത്തിൽ ലീഗ് മതസംഘടനകളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. വഖഫ് നിയമനങ്ങൾ അഴിമതിയില്ലാതാക്കുന്നതിന്റെ ഭാഗമായെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. സമസ്ത ഒരു സമുദായത്തെ സുന്നി വിഭാഗത്തെ പ്രതികരിക്കുന്ന ഒരു വലിയ സംഘടനയാണ്. അതിൽ നിരവധി സത്യസന്ധരായ ആളുകളുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അതിനെ മറികടന്ന് ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൽ സമസ്തയെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ട മുസ്ലിം ലീഗിന് കിട്ടിയൊരു ആയുധമാണ്. അവരത് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ പ്രബുദ്ധ കേരളത്തിൽ അത് എത്ര കണ്ട് പ്രായോഗികമാവും എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് കാണാം. തെറ്റായ ഒരു ആയുധം പ്രയോജനപ്പെടുത്തുകയാണ്, അതിനെ ന്യായീകരിക്കുകയാണ്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. എറണാകുളം നായരമ്പലത്ത് യുവതിയെ വീടിനുള്ളിൽ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. നായരമ്പലം സ്വദേശിനി സിന്ധുവാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരുടെ മകൻ അതുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിജോ വി ജോൺ ചേരുന്നു. സിജോ, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു മരണം സംഭവിക്കുന്നത്. നായരമ്പലം സ്വദേശി സിന്ധു, 40 വയസ്സുണ്ട്. ഇവരാണ് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ മകനും ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്താണ് ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള സംഭവം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഇവര് രാവിലെ ഈ വീട്ടിൽ നിന്ന് പുക ഉയരുന്ന കണ്ടിരുന്നു. അതിനെ തുടർന്ന് ഇവരെ അടുത്ത് താമസിക്കുന്ന ബന്ധുക്കൾ തന്നെയാണ് ആദ്യം വീട്ടിലേക്ക് കയറി വരുന്നത്. വീടിന്റെ വാതിലകത്തു നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് സിന്ധുവിന് ഇങ്ങനെ പൊള്ളലേറ്റ് കിടക്കുന്നതായി കാണുന്നത്. ശരീരമാസകലം പൊള്ളലേറ്റ് അവസ്ഥയിലായിരുന്നു സിന്ധു ഉണ്ടായിരുന്നത്. അതുലിനും ഗുരുതരമായി പൊള്ളലേറ്റ അവസ്ഥയിലാണ്. ഉടൻ തന്നെ അതുലിനെ സമീപമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചു വരികയാണെന്നാണ് പോലീസ് അറിയിച്ചത്. വിവരങ്ങൾ പങ്കുവച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അട്ടപ്പാടി സന്ദർശനത്തിൽ കടുത്ത വിയോജിപ്പുമായി ആരോഗ്യവകുപ്പ് അട്ടപ്പാടി നോഡൽ ഓഫീസർ. മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനത്തിൽ നിന്നും തന്നെ ബോധപൂർവ്വം മാറ്റി നിർത്തിയാണെന്ന് ഡോക്ടർ പ്രഭുദാസ് ആരോപിച്ചു. ഇല്ലാത്ത മീറ്റിംഗിന്റെ പേരിലാണ് തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചതെന്നും ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്നും പ്രഭുദാസ് ആരോപിച്ചു. എപ്പോഴും മുമ്പ് ഇതുപോലെ തന്നെയാണ്. ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഇല്ലാതെയും സ്റ്റോക്ക് എടുക്കാൻ പറ്റാതെയും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഞാനും കൂടി വേണമായിരുന്നു. അപ്പോൾ രാത്രി എന്നോട് ഇങ്ങോട്ട് വരുന്നെന്ന് DHS ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ DMO വിളിച്ച് DMOയ്ക്ക് അറിയത്തില്ല, ഇവിടെ പ്രസിഡന്റിനും ആർക്കും അറിയത്തില്ല. ആരെങ്കിലും എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ കൃത്യസമയത്ത് എനിക്ക് ഇവിടെ എത്താൻ സാധിക്കുമായിരുന്നു. പിന്നെ മാറ്റി നിർത്തിയതാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു മാറ്റി നിർത്തിയതായിരിക്കും. എനിക്ക് എൻ്റെ അസസ്മെന്റിൽ മാറ്റി നിർത്തിയതാണ്. ഉദ്യോഗസ്ഥർ എൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നെ മാറ്റി നിർത്തിയാണോ എന്നുള്ളതിന് എനിക്ക് സംശയം. പക്ഷേ മന്ത്രിക്ക് അവർക്ക് പെട്ടെന്ന് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. മേഡം വന്നിട്ട് അവർക്ക് എന്തായാലും കുറേ നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുൻകൂർ അനുമതിയില്ലാതെ പരസ്യ പ്രതികരണം പാടില്ലെന്ന് നിർദ്ദേശം. DMOമാർക്കാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകിയത്. നിർണായകമായോ സുപ്രധാനമായോ വിഷയം സംബന്ധിച്ച് പൊതുവായ വിവരങ്ങൾ നൽകേണ്ടി വരുമ്പോൾ മുൻകൂർ അനുമതി വാങ്ങണം. വാർത്തകൾ ആധികാരികമല്ലാതെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് നിർദ്ദേശമെന്നാണ് വിശദീകരണം. മോഹൻലാൽ ചിത്രം മരയ്ക്കാർ ടെലിഗ്രാമിലൂടെ പ്രചരിപ്പിച്ച കാഞ്ഞിരപ്പള്ളി സ്വദേശി പിടിയിൽ. കാഞ്ഞിരപ്പള്ളി സ്വദേശി നസീഫാണ് പിടിയിലായത്. സിനിമാ കമ്പനി എന്ന ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയാണ് ഇയാൾ വ്യാജ പ്രിന്റ് പ്രചരിപ്പിച്ചത്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സൈബർ സെൽ അന്വേഷണം നടത്തിയത്.